എന്താകുമ്പോ ഇപ്പൊ ഞാൻ ഉണ്ടാക്കണ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. നീ ഉണ്ടാക്കി സൈഡാക്കി. നീ അവിടെ കക്കൂസ് മാലിന്യം തട്ടിയില്ലേ? ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. നീ എന്തിനാ കക്കൂസ് മാലിന്യം തട്ടുന്നത്? ഇതെല്ലാരും കണ്ടോളി. ഇവിടെ ആലപ്പുഴയിൽ വന്നിട്ട് ഈ ആലപ്പുഴ റോഡ് സൈഡിൽ വന്നിട്ട് മാലിന്യം ഇടുന്നുണ്ട്. ഇതാ വണ്ടി നമ്പർ ഇതാക്കണേ, എടുത്തോളി. ആലപ്പുഴ അതാ കണ്ടോളി. ഇതാ വണ്ടി കുത്തിക്കാൻ നോക്കുന്നേ. ഇതാ കണ്ടോളി സാറേ. ഇതാ ഇവരെന്നെയാണ് സാറേ. ഒന്ന് കാണട്ടെ ഞാൻ കാണട്ടെ. അതിനെ ഞാൻ നോക്കട്ടെ ഞാൻ പറയും. സാറേ ഇതൊന്നായിരം പൊളിക്കണതാ. 1000 രൂപ പൊളിക്കണേ. 1000 രൂപ പൊളിക്കണേ. ഇതാ വരണേ. നിങ്ങളെ ഗുണ്ടായുസം കാണിക്ക. അതന്നെ ഗുണ്ടായുസം കാണിക്ക. ഇവരെന്നെ നിങ്ങൾ ആ വക ഞാൻ എടുക്കും. വീഡിയോ എടുക്കും ഞാൻ ഇനി എടുക്കും. വീഡിയോ എടുക്കും ഞാൻ ഇനി എടുക്കും വീഡിയോ. ഇവരെന്നെയാണ്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ യുവാക്കളെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച മാഫിയ സംഘങ്ങൾ കൊടും കുറ്റവാളികളാണെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണിത്. മാർച്ച് 30-ന് മലപ്പുറം സ്വദേശി ഹനീഫയെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. പാതിരപ്പള്ളിയിൽ സമാനമായി കക്കൂസ് മാലിന്യം തള്ളിയത് ചോദ്യം ചെയ്തതിനാണ് ശരത്തും വിവേകും കൈനകരിയിൽ വെച്ച് ലോറി പിന്നോട്ടെടുത്ത് ഹനീഫയെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചത്. ആക്രമണത്തിൽ നിന്നും തലനാഴിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് ഹനീഫ ന്യൂസ് 18നോട് പറഞ്ഞു. എത്രയോ ആളുകളെ ഇവരെ ഇടിച്ചു തെറിപ്പിച്ചിട്ടുണ്ടാവും. ഇവരെ പേടിച്ചിട്ട് പറയാതിരിക്കാണ്. അത്ര 30-ാം തീയതി ഞാൻ നെല്ലെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 12 വീലാണ്, ആൾ ഇന്ത്യ പെർമിറ്റ് വണ്ടിയാണ്. ഞാൻ നെല്ലെടുക്കാൻ വേണ്ടിയാണ് ഇവർക്ക് നെടുമുടിയിലേക്ക് നെല്ലെടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ നിർത്തിയാണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് പുലർച്ചെ ഏകദേശം 4:30 മണി കഴിഞ്ഞിട്ടുണ്ടാവും. 4:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇവര് ഈ ഫോട്ടോ എടുക്കുകയാണെന്ന് ചോദിച്ചു. നീയാണോ ഞങ്ങളെ ഫോട്ടോ എടുത്തത്? നീ ആരാ ഫോട്ടോ എടുക്കാൻ? കേട്ടാൽ അറക്കുന്ന വാക്കുകളാണ്. അത്രയേറെ തെറികൾ ഇവിടെ പറഞ്ഞിട്ട് എന്റെ ഈ ഗ്രില്ല് ഇവര് ചവിട്ടി പൊളിക്കുകയും ചെയ്ത്. ഇതെന്റെ സേഫ്റ്റി ഗ്രില്ലാണ്, ഓരോ ലോറിക്കാർക്കും ഉണ്ടാവുന്നത്. ഈ സേഫ്റ്റി ഗ്രില്ല് അവര് ചവിട്ടി പൊളിച്ച് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് അവരെന്നെ വണ്ടി അടിച്ചിട്ട് ബാക്ക് റിവേഴ്സ് എടുത്തിട്ട് എന്നെ വണ്ടിയായി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്, രക്ഷപ്പെട്ടു. എന്നതിന്റെ ശേഷം വീണ്ടും അവര് അവരുടെ ലോറി നിർത്തിയിട്ട് ലോറി നിർത്തി അവര് ഓടി വന്നിട്ട് എന്റെ ഈ ഗ്രില്ല് അടിച്ചു പൊളിച്ചുകൊണ്ട് എന്താക്കി. എന്നിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഏതായാലും ഞാൻ ഇന്നലെ കേസ് കൊടുത്തു, പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. വളരെയധികം നന്ദി. ഇനി എനിക്ക് സാറന്മാരോട് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഇതിന്റെ മുമ്പ് ഇരകളായിട്ടുണ്ടോ നോക്കണം. ഇവര് ഒരുപാട് പേരെ ഉപദ്രവിച്ചു. കാരണം ഇവരോട് മറ്റുള്ള ആളുകൾ പരാതി കൊടുക്കാനുള്ള ഭയം മൂലം ഇവര് ഇതുപോലെ കൊല്ലും. കാരണം ഇതുപോലെ എന്തെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന്റെ പേരിൽ ശക്തമായിട്ടുള്ള തുടർ അന്വേഷണം നടത്തണം. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും. ഇവരെ ഇതുപോലെ ആളുകൾ, കാരണം ഒരു മാഫിയ തന്നെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്രമാത്രം ഇവരുടെ കാര്യങ്ങൾ അത്രമാത്രം. ഇവരുടെ കയ്യിലേറിന ഐഫോണല്ലേ. ജില്ലാ കളക്ടർ വരെ നെട്ടിക്കും. ജില്ലാ കളക്ടർ വരെ 1.5 ലക്ഷം രൂപേന്റെ ഫോണാ. കാരണം എടുക്കാലോ, ധൈര്യമായിട്ട് എടുക്കാലോ. കാരണം വെച്ചാൽ ഒരു ലോഡ് എടുത്തു കഴിഞ്ഞാൽ 10,000 രൂപ. ഇവിടുന്ന് എടുക്കുക, നേരെ അപ്പുറത്ത് 1/2 കിലോമീറ്റർ കൊണ്ടുപോയി അപ്പുറത്ത് നിന്ന് തട്ടുക, അടുത്തെടുക്കുക. ഒരു 4-5 ലോഡ് വൈകുന്നേരം പുലർച്ചയ്ക്ക് എല്ലാവരും ഉറങ്ങി കിടക്കുന്ന സമയത്താണ്. ചൂട് കാലങ്ങളിൽ എല്ലാവരും നമ്മൾ ഉറങ്ങി കിടക്കുക. ആ സമയത്ത് ആരും ഇല്ലാത്ത സമയത്ത് ഇവരാണ് എടുക്കുന്നത്. 10,000 രൂപ, 50,000 രൂപ, 2,000 രൂപന്റെ ഡീസൽ ആയി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ആയി 48,000. ഇവർക്ക് ഐഫോണല്ല, ഐഫോൺ ഉണ്ടാക്കുന്ന കമ്പനിയുടെ മുതലാളിനെ വരെ വിലക്ക് വാക്കുക. ആ കോലത്തിലാണ് ഇവർ ചെയ്യുന്നത്.
ഹനീഫയുടെ പരാതിയിൽ നോർത്ത് പോലീസിന് പുറമെ ആലപ്പുഴ സൗത്ത് പോലീസും വധശ്രമത്തിന് കേസെടുത്തു. കഴിഞ്ഞ ദിവസം പാതിരപ്പള്ളിയിൽ വെച്ചും 2 യുവാക്കളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം ന്യൂസ് 18 പുറത്തുവിട്ടത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, ഇന്നലെ ഈ പാതിരപ്പള്ളിയിൽ ഇത് ഒരൊറ്റപ്പെട്ട സംഭവം എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ന്യൂസ് 18 ശരണ്യ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുന്നു. ദൃശ്യങ്ങളടക്കം, അതായത് ഈ അക്രമികൾ, മാഫിയ സംഘങ്ങൾ ഇതിനു മുൻപും നിരവധി പേരെ സമാനമായ രീതിയിൽ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഹനീഫയെ കൂടാതെ കൂടുതൽ ആളുകൾ ഇവരുടെ ആക്രമണത്തിന് ഇരകളായിട്ടുണ്ടോ? എന്താണ് പോലീസ് നൽകുന്ന വിവരം? ടോമ, ഇതൊരു വലിയ മാഫിയ സംഘം തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാം, ദേശീയപാതയോരത്തും ഓരോ പ്രധാന റോഡുകളിലും ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം രാത്രിയുടെ മറവിൽ കൊണ്ടുപോയി തള്ളിയിട്ട് പോകുന്ന ആളുകളെ കാണുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഇവർക്കെതിരെ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ പൊതുജനത്തിന് കഴിയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. കൂട്ടം കൂടി പോലും ഇവരെ തടയാൻ ശ്രമിച്ചാൽ ആ തടയുന്ന ആളുകളെ ഒന്നടങ്കം ആയുധങ്ങൾ ഉപയോഗിച്ച് വരെ ഇവർ ഭീഷണിപ്പെടുത്തുന്നു എന്ന് ജനങ്ങൾ നമ്മളോട് വിളിച്ചു പറയുമ്പോൾ ഇത്രമാത്രം പ്രാധാന്യം അല്ലെങ്കിൽ ഇത്രമാത്രം ഒരു ഗുണ്ടായിസം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങളോട് കൂടിയാണ് വ്യക്തമായി വരുന്നത്. അത് ഓരോ ദിവസവും ഓരോ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം ആലപ്പുഴയിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ ഇന്ന് കാണിച്ച വ്യക്തി മലപ്പുറം സ്വദേശിയായ ഹനീഫയാണ്. അദ്ദേഹം നെല്ല് സംഭരണത്തിനായി നെല്ല് സംഭരിക്കാനാണ് ലോറിയുമായി കുട്ടനാട്ടിലെത്തുന്നത്. നോമ്പുകാലമായതുകൊണ്ട് തന്നെ പുലർച്ചെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റപ്പോഴാണ് ഈ രീതിയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് കണ്ടത്. ഈ ഹനീഫ അത്യാവശ്യം ഇത്തരം കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്ന ഒരാളാണ്. സാധാരണക്കാരാണെങ്കിൽ ഭയന്നു പോകും, കാരണം പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ഹനീഫ ഇത് ഇവരോട് ചോദിച്ചു, ഈ കക്കൂസ് മാലിന്യം തള്ളുന്നത് എന്തിനാ എന്നുള്ള ചോദ്യം ഹനീഫ ഉന്നയിച്ചപ്പോൾ ഇവർ വിചാരിച്ചത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ശരത്തും വിവേകും, കണ്ണെന്ന് വിളിക്കുന്ന ശരത്തും വിവേകും രണ്ടും തണ്ണീർമുക്കം സ്വദേശികളാണ്. ഇവർ വിചാരിച്ചത് ഹനീഫയും ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നീട് ഇവർ വണ്ടി കൊണ്ട് ചവിട്ടി ഹനീഫയെ ഭീഷണിപ്പെടുത്തുകയാണ്. ഭീഷണി ഒരു പരിധി കൂടെ കഴിഞ്ഞ് തെറിവിളി അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. കയ്യിലിരിക്കുന്ന മൊബൈൽ എടുത്ത് ഹനീഫയുടെ ചിത്രം ഇവർ പകർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഉറപ്പായും ഹനീഫയെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കയ്യിലിരുന്ന മൊബൈൽ എടുത്ത ആ ചിത്രം, ഹനീഫയുടെ ചിത്രം ഈ ശരത്ത് പകർത്തുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതിനുശേഷം പുറത്തേക്ക് ഇതൊരു വലിയ വാക്തർക്കത്തിലേക്ക് പോവുകയും ഹനീഫ അത്യാവശ്യം ധൈര്യശാലിയായ ഒരാളാണ്. അയാൾ പുറത്തേക്ക് ഇറങ്ങി ഇവരോട് സംസാരിച്ച് അപ്പോഴാണ് ഹനീഫ തന്റെ മൊബൈൽ ഓൺ ചെയ്ത് വണ്ടി നമ്പർ പ്ലേറ്റ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ ലോറി, അതായത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പാതിരപ്പള്ളിയിൽ ES ജംഗ്ഷന് സമീപം 2 യുവാക്കളെ ഇടിച്ചു വീഴ്ത്തിയ അതേ വാഹനം തിരിച്ച് റിവേഴ്സ് വന്ന് ഹനീഫയെ ഇടിച്ചു വീഴ്ത്താനായി ശ്രമിച്ചത് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഹനീഫ ആ വീഡിയോയിൽ തന്നെ ഹനീഫ മാറുന്നത് നമുക്ക് കാണാം. അത്തരത്തിൽ തന്നെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം പുറകെ മറ്റു വാഹനങ്ങൾ AC റോഡ് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനം പിന്നീട് മുന്നിലേക്ക് എടുത്ത് കൊണ്ടുപോകുന്നതും മുന്നിൽ ചെന്ന് പാർക്ക് ചെയ്ത ശേഷം വീണ്ടും ഇറങ്ങി വന്ന് ഹനീഫയെ കൈകാര്യം ചെയ്യുന്നതും ഹനീഫയുടെ വണ്ടി അടക്കം വലിച്ച് ആ ഷട്ടറുകളടക്കം ഇവർ പൊളിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. കൃത്യമായി ജനങ്ങളെ ഭീതിപ്പെടുത്തി ഇത്രയും അധാർമികമായ പ്രവർത്തനങ്ങൾ നടത്തുക, അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക, അതിനെ ഒരു ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ച് അവർ അതിനെ കൈകാര്യം ചെയ്യുന്നു, ജനങ്ങളെ അമർച്ച ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടന്ന 2 സംഭവങ്ങൾ. ആദ്യത്തെ സംഭവത്തിൽ ഇരയാക്കപ്പെട്ടത് ജോലിക്ക് പോകുന്ന വഴിക്ക്, അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ഈ ദൃശ്യങ്ങൾ വാഹനം പോലും നിർത്താതെ തങ്ങളുടെ വീടിന്റെ മുൻഭാഗത്ത് ദേശീയപാതയോരത്ത് അടിക്കുന്നത് കണ്ട് ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച 2 ചെറുപ്പക്കാരാണ് ഇവിടെ 1.5 കിലോമീറ്ററോളം വാഹനത്തിൽ ചേസ് ചെയ്യപ്പെട്ട് അവരെ ദേശീയപാതയോരത്ത് ഇടിച്ചിട്ടത്. പുലർച്ചെ 5:40-നാണ് ഈ അജിത്തും ഒപ്പം തന്നെ സോജുവും ഇത്തരം ഒരു വലിയ ആക്രമണത്തിന് വിധേയരാകുകയും അവർ ദേശീയപാതയ്ക്ക് നടുവിലേക്കാണ് ഇടിയേറ്റ് വീഴുകയും ചെയ്തിട്ടുള്ളത്. ദേഹമാസകലം ഈ 2 ചെറുപ്പക്കാരുടെയും ദേഹമാസകലം മുറിവുണ്ട്. മാത്രമല്ല പുറകെ വന്നിരുന്ന വാഹനം കയറി എന്തും സംഭവിക്കാവുന്ന രീതിയിൽ, അവർക്ക് എന്ത് സംഭവിച്ചാലും ഇവർക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് ഇവർ വന്ന് ഈ ലോറി ഇടിച്ചിട്ട് പോയത്. അതുകൊണ്ട് തന്നെ പോലീസ് അതീവ ഗൗരവത്തോടെ ഈ ആദ്യത്തെ വിഷയത്തെ നോക്കിക്കണ്ടു. അതുകൊണ്ട് തന്നെ ജില്ലാ പോലീസ് മേധാവി അടക്കം കർശന നിർദ്ദേശം നൽകി ആദ്യ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ നോർത്ത് പോലീസ് CA സുമേഷ് നേതൃത്വത്തിലുള്ള സംഘം ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു.
ഇവരുടെ ദൃശ്യങ്ങളും കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നതോടുകൂടി കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്ത് വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ മാർച്ച് 30 ദൃശ്യങ്ങൾ കണ്ട ഹനീഫ കൈനഗിരിയിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്ന സംഭവമാണ്. മലപ്പുറംകാരനായ ഇദ്ദേഹം ഇത്തരത്തിൽ ഈ സംഭവത്തിനകത്ത് ഇരയാക്കപ്പെടുകയും അദ്ദേഹം നമ്മളെ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരുമാതിരി ധൈര്യമില്ലാത്ത ആരെയാണെങ്കിലും ഇവർ കൈകാര്യം ചെയ്യും. കാരണം ഇപ്പോൾ നമ്മൾ ഈ പാതിരപ്പള്ളിയിൽ തന്നെ പാതിരപ്പള്ളി മണ്ടിനോട് സമീപം ചേർന്ന് തന്നെ ഇവർ മാലിന്യം അടിക്കുന്നുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ ആ തൊട്ടടുത്തുള്ള കടയിലുള്ള ആൾ പറയുന്നത് ഞാനിത് ചോദിക്കാൻ ചെന്നപ്പോൾ 2 പേരുടെ കയ്യിലും വടിവാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഇവർ ഈ കക്കൂസ് മാലിന്യം ഇരുട്ടിന്റെ മറവിൽ കൊണ്ട് തള്ളുമ്പോൾ ആയുധങ്ങളടക്കം ഉപയോഗിച്ച് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ്. അതായത് ഒരു നിയമ സംവിധാനമുള്ള നാട്ടിൽ പൊതുജനങ്ങളെ അടക്കം ഭീഷണിപ്പെടുത്തി കൈകാര്യം ചെയ്ത് ഗുണ്ടാ ആക്ടിവിറ്റികളിലൂടെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഗുണ്ടാ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരാണോ? കാരണം സാധാരണ രീതിയിൽ ഒരു മാഫിയ സംഘമാണെങ്കിൽ ഇതേ രീതിയിൽ മാരകായുധങ്ങൾ, വടിവാൾ പോലെയുള്ള മാരകായുധങ്ങൾ കയ്യിൽ കരുതാറില്ല. ഇവരുടെ പിന്നിൽ ആരാണ്? ഈ 2 പേരടങ്ങുന്നതായിരിക്കില്ലല്ലോ ഈ സംഘം. ഇവർക്ക് പിന്നിൽ ഒരു വലിയ ഉന്നതരാരെങ്കിലും ഉണ്ടോ? ഇവരെ സംരക്ഷിക്കുന്നത് ആരാണ്? ഇത്തരം കാര്യങ്ങളും പുറത്തു വരണം. അതോടൊപ്പം അറിയേണ്ടത് ഈ ഹനീഫ ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്തെത്താനുള്ള കാരണം, നമ്മൾ ഇന്നലെ ഈ പാതിരപ്പള്ളി 2 യുവാക്കളെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ ഹനീഫയും ഇപ്പോൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്? തീർച്ചയായിട്ടും ഹനീഫ നമ്മളുടെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു, നമ്മളുടെ വാർത്തകൾ കണ്ടിരുന്നു. ഹനീഫ നമ്മളെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ജില്ലാ പോലീസ് മേധാവി അടക്കം ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പോലീസ് ഈ വാഹനം ഐഡന്റിഫൈ ചെയ്യാനായി ഹനീഫയുടെ ചില ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങളിനകത്ത് ആളോ അത്തരത്തിൽ തിരിച്ചറിയുകയൊന്നുമില്ല. ഈ വാഹനം ഇതാണോ എന്നുള്ള സംശയം പോലീസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ നടത്തിയ തുടരന്വേഷണത്തിലും ഹനീഫ പാണ്ടിക്കാട് സ്വദേശിയാണ്, മലപ്പുറംകാരനായ പാണ്ടിക്കാട് സ്വദേശിയാണെന്ന് മനസ്സിലാവുകയും അദ്ദേഹവുമായി നമ്മൾ ഫോണിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ ഒരു സംഭവം. ഹനീഫ നമ്മൾക്കും ഈ ദൃശ്യങ്ങൾ അയച്ചു വന്നു. എനിക്ക് ഉണ്ടായ അനുഭവം ഇതാണ്, ആ ചെറുപ്പക്കാർ രക്ഷപ്പെട്ടത് ഭാഗ്യം എന്നാണ് ഹനീഫ നമ്മളോട് പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം നമുക്ക് ഈ ദൃശ്യങ്ങളും അയച്ചു തരികയും ചെയ്തു. അതാണ് നമ്മളിപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. തുടർന്നാണ് ഇന്നലെ വൈകിട്ട് സൗത്ത് പോലീസ്, അതായത് ആദ്യ കേസ്, ഈ 2 ചെറുപ്പക്കാരെ 25ഉം 23ഉം വയസ്സുള്ള 2 ചെറുപ്പക്കാരെ നടു റോട്ടിൽ ദേശീയപാതയിൽ ഇടിച്ചിട്ട സംഭവം വധശ്രമ കേസിൽ കഴിഞ്ഞ ദിവസം നോർത്ത് പോലീസ് കേസെടുത്തിരുന്നു. ഇന്നലെ ആ പ്രതികളെ ശരത്തിനെയും വിവേകിനെയും തെളിവെടുപ്പിനായി ഈ ES ജംഗ്ഷനിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് റിമാൻഡിലേക്ക് അവർ പോവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഹനീഫയുടെ കേസ് സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2ാമത്തെ വധശ്രമ കേസ് ഇവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ശരത്തിന്റെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ പോലീസ് പറയുന്നത് 7 ക്രിമിനൽ കേസുകൾ സമാനമായ രീതിയിൽ വീട് കയറിയുള്ള ആക്രമണം ഉൾപ്പെടെ 7 ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ശരത്ത് എന്നുള്ളതാണ്. ടോം നേരത്തെ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഇവർ ഒറ്റയ്ക്കാണോ എന്നുള്ളത്. ഒരു വലിയ സംഘം തന്നെ ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. പൂച്ചക്കലും തണ്ണീർമുക്കവും മുഹമ്മയും ഒക്കെ കേന്ദ്രീകരിച്ച് ഒരു സംഘം, ഇവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ജനങ്ങളെ ഭയപ്പെടുത്തിയോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ കൈകാര്യം ചെയ്താണ് ഇവർ ഈ വിഷയങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് പോലീസ് വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. കർശന നടപടിയെടുക്കാനാണ് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ താഴേക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് കൃത്യമായി ഇത് പരിശോധിക്കാനും ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകാനും ഉള്ള ഒരു സ്ക്വാഡിനെയും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒറ്റ ദിവസത്തിന്റെ ഇടവേളയിൽ തന്നെ ഇടിച്ചിട്ടവരെ പോലീസ് പിടിച്ചു. മാത്രമല്ല പുതിയ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ദേശീയപാതയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അപകടങ്ങളിൽ ഇവർക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള പങ്കുണ്ടോ, മറ്റു പരാതിക്കാരുണ്ടോ എന്നതിനൊക്കെ സംബന്ധിച്ചും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ഇത് ഒരു സാധാരണ ആളുകൾ പ്രതികരിക്കാൻ പോകില്ല. കാരണം ഇവർ കൈകാര്യം ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഏകദേശം 1 മിനിറ്റിന് മേളിൽ ഒരു 3 മിനിറ്റൊക്കെയാണ് ഇവർ ഈ സംഭവം പുറന്തള്ളാനായി നിൽക്കുന്നത്. മാത്രമല്ല ആ നിൽക്കുന്ന ഘട്ടത്തിൽ ഇവർ ആളുകളെ ഭീഷണിപ്പെടുത്തി തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരുമാതിരി ആളുകളൊന്നും ഇത് പ്രതികരിക്കാൻ തയ്യാറായി. ഈ 2 ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് അതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാവാതെ ദൃശ്യം എടുത്തവരാണ്. അതുകൊണ്ട് തന്നെ അത് പോലീസിലെ ഈ സ്വന്തം വീടിന്റെ മുൻഭാഗത്തൊക്കെയാണ് ഈ ഓപ്പോസിറ്റാണ് റേഡിയോ നിലയം. അവിടെ നിന്ന് അതിന്റെ ഫ്രണ്ടിലാണ് ദേശീയപാതയുടെ ഉയർത്തി ഇത് അടിക്കുന്നത്.
അത് കണ്ടാണ് ഇവർ ഈ ദൃശ്യം എടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഹനീഫയും ഇത് പ്രതികരിക്കാൻ ശ്രമിച്ച 3 പേരുടെയും അവസ്ഥ എന്താണ് എന്നുള്ളത് തീർച്ചയായും സർക്കാർ സംവിധാനങ്ങൾ കാണേണ്ടതാണ്. പ്രത്യേകിച്ച് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഒരുപാട് കാര്യങ്ങൾ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തുകയും കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവങ്ങളൊക്കെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംഭവം, കക്കൂസ് മാലിന്യം തള്ളുന്നത് ഒരു മാഫിയ സംഘത്തെക്കുറിച്ചും അവർ ഒരു ക്രിമിനൽ സ്വഭാവം, അതായത് ഒരു നാട്ടുകാരെ പോലും ഭീതിപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിൽ ഇതാണോ? ഈ കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു തൊഴിലാണോ? അതിനപ്പുറം മറ്റ് ക്രിമിനൽ പശ്ചാത്തലം, ഏതെങ്കിലും കൊട്ടേഷൻ സംഘങ്ങളുമായി, ഗുണ്ടാ സംഘങ്ങളുമായിട്ടൊക്കെ ഇവർക്ക് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ശരണ്യ? ഇതിനകത്ത് ടോമെ ഭൂരിഭാഗം ആളുകൾക്കും ക്രിമിനൽ ആക്ടിവിറ്റീസുമായി ബന്ധമുണ്ട്. നമുക്കറിയാലോ ഇതൊരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഇത്തരം ആക്ടിവിറ്റീസിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ലോബി ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിലേക്ക് മാലിന്യം എത്തിച്ച് അവിടെ നിന്ന് ഇത്തരത്തിൽ ഇപ്പോൾ നീക്കം ചെയ്യാൻ കഴിയാത്തിടങ്ങളിലാണെങ്കിൽ അത്തരത്തിൽ മാലിന്യം സക്ക് ചെയ്തതിനു ശേഷം അത് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിൽ എത്തിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷമാണ് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടക്കം വിവിധ സ്ഥാപനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹൗസ് ബോട്ടുകളിൽ നിന്നൊക്കെ ഈ ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുക. പക്ഷേ ഈ മാലിന്യം ശേഖരിച്ചിട്ടുള്ളത് കളർ കൊടുത്ത ഒരു സ്ഥാപനത്തിൽ നിന്നാണ് എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട്. ആ കളർ കൊടുത്ത സ്ഥാപനം ഈ മാലിന്യം നൽകിയത് അനധികൃതമായാണോ ഇത് കൊടുക്കാനായി ശ്രമിച്ചത് എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കേണ്ടതുണ്ട് തീർച്ചയായും. കാരണം അങ്ങനെയാണെങ്കിൽ ഈ അനധികൃതമായി ഇത്തരത്തിൽ മാലിന്യം തള്ളുന്ന ആ ഒരു ആക്ടിവിറ്റിയിൽ അവർക്കും അവരുടേതായ പങ്കുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. മറിച്ച് ഇവർ അല്ലാതെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങൾ പ്ലാന്റിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞാണോ ഇത് സംഭരിച്ചെന്നുള്ളതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ടാങ്കറിന് 10,000 രൂപ വരെ ഇവർ ഈടാക്കാറുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ടാങ്കർ എടുക്കുന്നു. ഇപ്പം കളറുകോട് ജംഗ്ഷനിൽ നിന്നും ഈ പാതിരപ്പള്ളി വരെ ഏകദേശം 5 കിലോമീറ്ററോളം വ്യത്യാസം ഉള്ളൂ. ഇത്രയും സ്ഥലത്ത് അവിടെ നിന്ന് എത്തി ഇവിടെ കൊണ്ടടിക്കുക, അതായത് ഇത്രയും ദൂരം മാത്രം സഞ്ചരിച്ചാൽ മതി, ഇവർ അടുത്ത സ്ഥലത്ത് കൊണ്ട് അങ്ങ് അടിക്കുകയാണ്. അതിനുശേഷം ഇവർ പോകുന്നു. ഒരു ദിവസം 4-5 ഇത്തരത്തിലുള്ള കൊട്ടേഷൻസ് എടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ തന്നെ വരുമാനം മനസ്സിലാക്കും. ദൂരെ ഒന്നും സഞ്ചരിച്ചു കൊണ്ടുപോകുന്നില്ല, തൊട്ടടുത്ത പരിസരങ്ങളിൽ തന്നെയാണ് ഇതൊക്കെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് വലിയ ശല്യമുണ്ടാക്കുന്ന രീതിയിലാണ് ഈ നിക്ഷേപം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ വളരെ 1000-2000 രൂപ ഡീസൽ ചെലവിൽ ഇവർക്ക് നല്ല ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഹനീഫ സൂചിപ്പിച്ചതുപോലെ തന്നെ വില കൂടിയ മൊബൈൽ ഫോണുകളും മറ്റ് സംവിധാനങ്ങളും വാഹനങ്ങളും ഇരട്ടിയിലധികം വാഹനങ്ങളും ഒക്കെ ഉള്ള ആളുകളായി ഇവർ വളർന്ന് തഴച്ചു വളരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആ സംവിധാനങ്ങൾക്ക് കൃത്യമായൊരു പിടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം ദേശീയപാതയുമായി ബന്ധപ്പെട്ടും ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി വേണം. ഈ മാഫിയ സംഘത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ, ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും ഇതേ രീതിയിൽ ആളുകളുടെ ജീവനെടുക്കുന്ന രീതിയിലേക്ക് ഇവർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ തെളിവുകൾ സഹിതം ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്.